ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് ആ കൂട്ടുകാരനെ കാണാൻ പോയാലോ? അതൊന്നും പറ്റില്ല. വിസിറ്റേഴ്സിനെ ആരെയും അങ്ങോട്ട് അനുവദിക്കുന്നതല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഫ്രണ്ടിനെ കണ്ടേ പറ്റൂ. അതിന്റെ ആവശ്യമില്ല. ഇതുപോലൊരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നല്ല കുടുംബജീവിതം കിട്ടുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ ഒരു ഭാഗ്യമാണ്. കല്യാണം കഴിച്ചൊരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ? അടുത്ത ദിവസം മുതൽ ജീവിതത്തിൽ ആകെ സന്തോഷം നിറയുന്ന. പക്ഷെ പല ആണുങ്ങളുടെയും ജീവിതം അന്നു മുതൽ തകർന്നു തുടങ്ങി. എന്റെ കാര്യം തന്നെ കണ്ടില്ലേ? അതൊക്കെ പഴയ കാര്യമില്ല നന്ദേട്ടാ. ഇനിയിപ്പോ സന്ദേശ് നന്ദേട്ടന്റെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കളറായില്ലേ? ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരം അതിനേക്കാൾ വലിയ സന്തോഷം നന്ദേട്ടൻ ദൈവം തരും. ഞങ്ങളെല്ലാം അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ദൈവത്തിന് എന്നോട് കരുണ തോന്നിയാൽ മതിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്താ തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും അർച്ചനടത്തിയും കുഞ്ഞും തിരിച്ചു വന്നല്ലോ. ഇനിയിപ്പോ അടുത്തത് കല്യാണോ? അത് നമ്മൾ അടിച്ചു പൊളിക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. അത് പിന്നെ അങ്ങനെയല്ലേ? അർച്ചനേട്ടത്തി വന്നാ പിന്നെ സച്ചേട്ടൻ അവിടെ ഇരിപ്പുറയ്ക്കോ? അല്ല, അവരൊക്കെ എവിടെ? അനുവേട്ടനും അമ്മയൊക്കെ? അവരിപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഓ, എന്താ ഇതൊക്കെ? ഒരുപാട് സാധനങ്ങൾ വാങ്ങിയെന്ന് തോന്നല്ലോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ സന്തോഷം ഏട്ടന്റെ മുഖത്ത് കണ്ടിട്ടില്ല. കുഞ്ഞിനെ കാണാനാണോ അതോ അമ്മയെ കാണാനാണോ ഇത്ര ധൃതിയിൽ വന്നത്? മതി മതി, കളിയാക്കലെല്ലാം ഞാനങ്ങ് വരവ് വെച്ചു. ഞാൻ എന്റെ കുഞ്ഞിനെയും അവളുടെ അമ്മയും ഒന്ന് കണ്ടോട്ടടി. ചെല്ല് ചെല്ല്, രണ്ടുപേരും മുറിയിലുണ്ട്. ഇതെന്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്തു പറ്റിയതാ? വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നല്ലോ. ഒന്ന് വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇനി പോകുന്നത്. അച്ഛന്റെ മോളൂസേ? വേണ്ട, അവളിപ്പോ ഉറങ്ങിയതേ ഉള്ളൂ. ഉണർത്തണ്ട. അല്ല, പെട്ടെന്നെന്താ തനിക്ക് ഇങ്ങനെ തോന്നാൻ? എന്തെങ്കിലും കാരണമില്ലാതെ വരില്ലല്ലോ. അതെ, ഞാനേ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ ബോറടിക്കണ്ടല്ലോ. വേണ്ട, അധികം പുന്നരിക്കാനൊന്നും വരണ്ട. എന്തു പറ്റി? ഞാൻ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എടോ, താനിങ്ങനെ പിണങ്ങല്ലേ? സത്യം പറയാലോ, താൻ ഇവിടെ ഇല്ലാത്തതിന്റെ വീർപ്പൂട്ടില് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു കാര്യം എനിക്കിപ്പോഴാ മനസ്സിലായേ, താനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ഞാനും താനും നമ്മുടെ കുഞ്ഞുങ്ങളും ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമില്ലെന്ന് എനിക്ക് മനസ്സിലായി. സച്ചേട്ടൻ ഇതൊക്കെ വെറുതെ പറയാ.
അല്ലടോ സത്യ. എന്നോട് കള്ളൊന്നും പറയണ്ട. എന്നിട്ടാണോ ഇന്നലെ രാത്രി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഇന്നലെ രാത്രി സച്ചിൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഫോൺ വിളിച്ചപ്പോ ഉറങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞത്? എവിടെയായിരുന്നു ഇന്നലെ രാത്രി? എടോ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. ആ കുറച്ച് ക്രിട്ടിക്കൽ അവന്റെ കണ്ടീഷൻ. ജീവിക്കോ മരിക്കോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യത്തില് ഇന്നലെ രാത്രി ഞാൻ അവന്റെ അടുത്തായിരുന്നു. രാത്രി ബ്ലഡ് ആവശ്യം വന്നപ്പോ പോയതാ. എങ്കിൽ പിന്നെ എന്നോട് രാത്രി അവിടെ ആയിരുന്നു എന്ന് പറയായിരുന്നല്ലോ. അത് പിന്നെ പറയാൻ പറ്റിയില്ല. സോറി. താൻ എന്നോട് ക്ഷമിക്ക. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സച്ചിന്റെ ലൈഫിലേക്ക് ഇത്ര പ്രാധാന്യത്തോടെ ഇപ്പൊ കയറി വന്ന ആ ഫ്രണ്ട് ആരാ? എനിക്ക് ആ ഫ്രണ്ടിനെ ഒന്ന് കാണണമല്ലോ. എന്താ അയാളുടെ പേര്? അത് പിന്നെ പ്രദീപ്. പ്രദീപ് പ്രദീപ് പ്രദീപോ? അതെന്ത് പേരാ? താൻ എന്നെ സംശയിക്കുന്ന പോലെ ഉണ്ടല്ലോ. എനിക്കൊരു സംശയമില്ല. എന്തായാലും സച്ചിന്റെ ഫ്രണ്ട് മരിക്കാറായിട്ട് കിടക്കല്ലേ. എനിക്കും അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് ആ കൂട്ടുകാരനെ കാണാൻ പോയാലോ? അതൊന്നും പറ്റില്ല. വിസിറ്റേഴ്സിനെ ആരെയും അങ്ങോട്ട് അനുവദിക്കുന്നതല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ആ ഫ്രണ്ടിനെ കണ്ടേ പറ്റൂ. അതിന്റെ ആവശ്യമില്ല. എടോ താൻ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? ഇനി ഞാൻ പറഞ്ഞ കള്ളമാണെന്നാണോ താൻ വിശ്വസിക്കുന്നേ? ആ എന്നാ പിന്നെ താൻ അങ്ങനെ തന്നെ വിശ്വസിച്ചോ? സച്ചേട്ടാ, നീ അവനെ വിളിച്ചില്ലല്ലോ. ഇല്ല, അതുകൊണ്ടായിരിക്കും തിരിച്ചു വിളിച്ചത്. അവന്റെ തിടുക്ക അത്ര ശരിയല്ലല്ലോ. ഞാൻ അവനോട് സംസാരിക്കാം. ഹലോ ഹരീഷ്, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എപ്പോ കാണാൻ പറ്റും? വരാന്ന് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞാണല്ലോ ഹരീഷ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ വെച്ച് കണ്ടാലോ?